ഡേ ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. അമ്മ വന്നില്ലായിരുന്നോ കൂടെ? ആ, ഓക്കെ ഓക്കെ. സ്കാനർ റിപ്പോർട്ട് കിട്ടിയോ? ഡേറ്റ് കൺഫേം ആയി പറഞ്ഞോ? സ്കാനർ റിപ്പോർട്ടൊക്കെ ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. ഞാനൊന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു വിളിക്കാം. ഇവനൊക്കെ ആരുടെ എഞ്ചിനീയർ ആക്കി? എഞ്ചിനീയർ പട്ടി. മഞ്ഞത്തും വെയിലത്തും കഷ്ടപ്പെട്ട് സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് നമ്മെ കാക്കുന്ന പട്ടാളക്കാരോടെ നിനക്ക് പുച്ഛം? എക്സാക്ട്ലി. എടാ എടാ, നമ്മളെ പണിയാൻ വന്നാ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമ്മളാരെ സന്യാസിമാരൊന്നുമല്ല. നിനക്കൊക്കെ തൂക്കിക്കൊല്ലരുത്, വെട്ടിക്കൊല്ലാം. ആ, അതൊക്കെയല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശരിയാ, വി ഓൾസോ നീഡ് വൺ. മറ്റെല്ലാ ബാച്ചുകൾക്കും ഓരോന്നുണ്ട്. ഇപ്പോ അവരുടെ ഷോ ഓഫ് സഹിക്കാൻ വയ്യ. നമുക്കും വേണം ഒരെണ്ണം. എന്നാലേ നമുക്കൊരു അതുള്ളൂ. ഡൽഹി മാത്രല്ലടാ. ഈ പ്രൊഫസറല്ലേ പണ്ട് JNU ഫുൾ കോണ്ടമാണ്, അവിടെ സ്കോളർഷിപ്പ് നിരോധിക്കണം. അടിപൊളി. ഇവനൊന്നും വേറെ പണിയില്ലേ? പശുവിന്റെ പുല്ല് തിന്നുകയും ചെയ്യും, കരയിക്കുകയും ചെയ്യും. അളിയാ സാറേ, നിന്റെയൊക്കെ ടൈം ചാമ്പളിയാ. വൈഫ് പ്രഗ്നന്റാ, അവളവളുടെ വീട്ടിലാ. ഉം. ഉം.
ഈ നട്ടപ്പാതിരിക്കാരുടെ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് കൊണ്ട് ഇറോ സർമിളെ പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നേ. അവര് തന്നെ അവരുടെ ശരീരത്തിന്റെ ആവശ്യം മനസ്സിലാക്കി സമരമൊക്കെ നിർത്തി കല്യാണം കഴിക്കാൻ പോവാ. ഇവനൊന്നും വേറെ പണിയില്ലേ. ഫ്രണ്ട്സ്, ഇന്നലത്തെ ഡിസ്കഷനിൽ നിന്നും ഒരു ചാരിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുന്നു. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യണം. ചെയർമാൻ, സെക്രട്ടറി, ട്രഷറർ ഒക്കെ വേണം. ഓൺലൈൻ പോളിംഗ് നടത്തി ഓരോരുത്തരെയും എലക്ട് ചെയ്യാം. ദെൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ഞാനൊരു പോസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഒരു എമർജൻസി കേസാണ്. കാരണം ഒരു കുട്ടി വളരെ ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആ കുട്ടിയുടെ അച്ഛൻ മിലിറ്ററി സർവീസിൽ വെച്ച് നമ്മുടെ നാടിന് വേണ്ടി മരണപ്പെടുകയും ചെയ്തു. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. എന്തായിരുന്നാലും ആ പോസ്റ്റ് ഞാൻ ഫോർവേഡ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഹോസ്പിറ്റലിലൂടെ എടുത്താ ഞാൻ വേണേ നാളെ പോയി ഒന്ന് നോക്കാം. ജെന്യൂൻ കേസാണേ നാളെ തന്നെ ഒരു ചെക്കും കൊടുക്കാം. പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേയും കൂടിയാ. ഐ റിയലി മിസ് യു. നീ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഗ്രാൻഡ് ആക്കരും. ഇറ്റ്സ് ഓക്കെ. അടുത്ത ടേണിംഗ് 30 അല്ലേ, നമുക്ക് വാവയോടെ അടിച്ചു പൊളിക്കാം. ഓക്കെ, ഇതിപ്പോൾ ലേറ്റ് ആയില്ലേ, 12 മണിയല്ലേ. നീ റെസ്റ്റ് എടുത്തോ, ഞാൻ രാവിലെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ കാക്കിയിലൊരെണ്ണം. NCC എങ്കിൽ NCC ചാമ്പളിയാ. ആ, നിങ്ങളാ? ഹലോ, ഞാൻ REC ഗ്രൂപ്പിൽ നിന്ന്. ഞാനാണ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാറിന് ഒറ്റയ്ക്ക് അകത്തേക്ക് കയറ്റി വിടില്ല. അതെന്താ? അവിടെ പോലീസും മീഡിയ ഒക്കെ അല്ലേ. പോലീസാ? അതെന്തിനാ? അതിപ്പോ റേപ്പും ആത്മഹത്യാ ശ്രമവും ഒക്കെ അല്ലേ. ഇനി അവന്മാര് വെറുതെ വിടുവോ? നാളെയാ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല ആ ശരീരത്തിൽ ഇനി ബാക്കി. 80% പൊള്ളലേറ്റുമെന്നാ ഡോക്ടർ പറയുന്നത്. പാവം. NCC പരേഡിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയായിരുന്നു. ഗ്രൗണ്ടിനും റോഡിനും ഇടയ്ക്കുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്തിട്ട് 4-5 പേരുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആത്മഹത്യ അല്ലാതെ വേറെ വഴി കണ്ടു കാണില്ല. ആ ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ കാക്കിയിലൊരെണ്ണം. NCC എങ്കിൽ NCC ചാമ്പളിയാ.
ഒന്നുമില്ല ആ ശരീരത്തിൽ ഇനി ബാക്കി. 80% പൊള്ളലേറ്റുമെന്നാ ഡോക്ടർ പറയുന്നത്. NCC പരേഡിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയായിരുന്നു. ഗ്രൗണ്ടിനും റോഡിനും ഇടയ്ക്കുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്തിട്ട് 4-5 പേരുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആത്മഹത്യ അല്ലാതെ വേറെ വഴി കണ്ടു കാണില്ല.